അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 റിയാസ് എത്തിയിരിക്കുകയാണ്. റിയാസിനെ കുറിച്ച് എല്ലാവർക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. കാരണം വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കയറി വന്ന് ആ ഒരു സീസണിനെ മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ ഹിറ്റാക്കിയത് റിയാസ് ആണ് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ സീസണിൽ വന്നപ്പോൾ തന്നെ ലക്ഷ്മിയെ വെറുതെ ചൊറിഞ്ഞു. ലക്ഷ്മി മാത്രമല്ല അനുമോൾ കിട്ടും നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ലക്ഷ്മിയെ ചോർന്നതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോൾ റിയാസിനെ കുറിച്ച് എക്സ്പെക്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. തനിക്ക് കുറേയധികം ഫാൻസ് ഉണ്ട്, അപ്പം ലക്ഷ്മി ഒന്ന് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫാൻസിനൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇവരുടെ ഹേറ്റേഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലക്ഷ്മി അന്ന് സംസാരിച്ച കാര്യം ഒട്ടും തന്നെ ശരിയായിരുന്നില്ല. അതൊക്കെ ലാലേട്ടൻ വ്യക്തമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ റിയാസിനി അതിൻ്റെ ഇടയിൽ കയറി പോയി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും റിയാസിന്റെ ഹേറ്റേഴ്സ് അത്രയും തന്നെ ലക്ഷ്മിയുടെ ഫാൻസായി മാറും. അത് മാത്രമല്ല, ഈ ഒരു സീസണിൽ ഈ LGBTQ എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ അതൊരു നോർമലാണ് എങ്കിൽ കൂടി അത്രയും കുറച്ച് മാറ്റി നിർത്തപ്പെടുന്ന, മൈനോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന, അല്ലെങ്കിൽ അത് എന്തോ വലിയ കുഴപ്പക്കാരാണെന്ന് പറയുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. അത് സൊസൈറ്റിയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റും. ഈ പറയുന്ന LGBTQവിനെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് അക്സെപ്റ്റ് ചെയ്യാത്ത കുറേയധികം ആൾക്കാരോട് ഉണ്ടായതുകൊണ്ടാണ്. അപ്പം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പെർസ്പെക്റ്റീവ് ഉള്ള ആൾക്കാരുടെ ഒരു കൂട്ടമുണ്ട്. ഈ സീസണിൽ ഈ LGBTQ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലെസ്ബിയൻ കപ്പിൾസ് അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ കേസ് ആയിക്കോട്ടെ, അവിടെ അത് പലരും ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. ഇപ്പം ഷാനവാസ് ആണെങ്കിലും ഇൻഡയറക്ട്ലി ഷാനവാസ് പലപ്പോഴും ആദിലെടുത്തും ന്യൂറെടുത്തും നിങ്ങൾ ഇങ്ങനെ ആയാൽ എങ്ങനെയാ, നിങ്ങൾക്കൊരു കുടുംബം വേണ്ടേ, കുട്ടികൾ വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആരായിരുന്നു, പിന്നെ നമ്മുടെ അഭിക്കാണെങ്കിലും നവീൻ്റെ അടുത്ത് അഭി സംസാരിച്ച ഒരു രീതി ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കാര്യം ഇപ്പോൾ ഓക്കെ, ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ താൻ കുറച്ച് പ്രോഗ്രസീവ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കുറച്ചധികം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുന്നു. നോർമലൈസ് ചെയ്യാൻ താല്പര്യമില്ല, അക്സെപ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് പോലും അതുകൊണ്ടാണ്. ഇപ്പം ലക്ഷ്മി ആണെങ്കിലും ലക്ഷ്മി കുറച്ചധികം തൻ്റെ ഇടത്തോടെ എനിക്ക് നോർമലൈസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് ഭയങ്കര എന്താ പറയുക, തൻ്റെ ഇടത്തോടെ പറയുന്നുണ്ട്. ലാലേട്ടൻ പോലും ചോദിച്ചിട്ട് ഇല്ല എനിക്ക് നോർമലൈസ് ചെയ്യാൻ താല്പര്യമില്ല, ആ ഒരു പെർസ്പെക്റ്റീവിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ റിയാസ് വന്നിട്ട് ആ പെർസ്പെക്റ്റീവ് തെറ്റായിക്കോട്ടെ, അതായത് ലക്ഷ്മി പറഞ്ഞ പെർസ്പെക്റ്റീവും കാര്യങ്ങളും ഒക്കെ പൊട്ടത്തെറ്റായിക്കോട്ടെ, അവരെ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എന്ത് കുഴപ്പം? അല്ലെങ്കിൽ അതൊരു നോർമൽ കാര്യമാണ്, നോർമലൈസ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. എന്നാൽ കൂടിയും അത് ആ വ്യക്തിയുടെ ഒരു എന്താ പറയുക നിലപാട് പോലെ അതോടെ പറയുന്നുണ്ട്. ലാലേട്ടൻ്റെ മുന്നിൽ പോലും പറയാൻ അവർക്ക് തൻ്റെ ഇടമുണ്ട്. അപ്പോൾ അവിടെ റിയാസ് ചോദിക്കുന്ന ലൈവിൽ നടന്നൊരു സംഭവം പറയുകയാണെങ്കിൽ, എന്നോട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുമുണ്ടോ, ഇത് എൻ്റെ ലിപ്സ്റ്റിക് ആണെന്നൊക്കെ പറഞ്ഞ് റിയാസ് ചുമ്മാ അങ്ങോട്ട് കയറി ഞാൻ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ബ്രാൻഡൊക്കെ കയറി ഇങ്ങനെ റിയാസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും ഐ ഡോണ്ട് കെയർ എന്ന് ലക്ഷ്മി ആ റിയാസിനോട് പറയുന്നുണ്ട്. അപ്പോൾ റിയാസ് ഇന്നലെ ഇപ്പം തന്നെ എനിക്കിതേ ഇവിടെ ഒരു ബാഡായിട്ടാണ് എന്നോട് കോൺവെർസേഷൻ നടത്തിയത്, അല്ലെങ്കിൽ എനിക്കൊരു ബാഡായിട്ട് ഫീൽ ചെയ്തു എന്നുള്ള രീതിയിൽ റിയാസ് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇന്നലെ തൊട്ടേ ലക്ഷ്മി എടുത്ത് ഈ പറയുന്ന എന്താണ് ശോഭയും ഷിയാസും ഒക്കെ വന്നപ്പോൾ ലക്ഷ്മി എടുത്ത് കുറച്ച് ഒരു ഇറിറ്റേഷൻ കാണിക്കാൻ തുടങ്ങി. ഇപ്പോൾ റിയാസ് വന്നപ്പോൾ റിയാസ് എന്താണെങ്കിലും ലക്ഷ്മി കിട്ടപ്പണി കൊടുത്തിട്ടേ പോകത്തോളൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ വരുമ്പോഴത്തേക്കും ലക്ഷ്മി അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കുകയാണെങ്കിൽ, ലക്ഷ്മി സേഫ് ഗെയിം കളിക്കുന്നില്ല, ലക്ഷ്മി ആരെങ്കിലും ഗ്രൂപ്പിസത്തിനകത്തോട്ട് പോകുന്നില്ല, ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കുന്നില്ല. ബട്ട് അത് മാത്രമല്ല, വേറെ പേരുണ്ട്, നെവിൻ്റെ അടുത്ത് ലക്ഷ്മി കുറച്ചധികം സപ്പോർട്ട് കൊടുക്കാൻ പോകുന്നുണ്ട്. അതായത് ലക്ഷ്മി പറയുന്നൊരു കാര്യം, എനിക്ക് നെവിൻ ഒരു കുഴപ്പമല്ല, എനിക്കിതൊന്നും കുഴപ്പമല്ല, പക്ഷേ ഇത് കണ്ട് ഇൻഫ്ലുവൻസ് ആകുന്നു എന്നൊക്കെയുള്ളൊരു പൊട്ടത്തരങ്ങളാണ് അവിടെയും പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പോലും ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താണ് ആ കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ ഒരു നോളജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്കൊരു ബേസിക് ആയിട്ടുള്ള അറിവുണ്ടായിരിക്കണം. ആ അറിവ് പോലും നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ശരി, റിയാസിൻ്റെ ഗെയിം ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ ഷിയാസും ശോഭയും ഇന്ന് ആ വീട്ടിൽ നിന്ന് വിടവാങ്ങുകയാണ്. അവർ രണ്ടും വിട പറയട്ടെ. കാരണം എന്ന് വെച്ചാൽ ശോഭയുടെ വെറുപ്പിക്കൽ കണ്ട് മടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ന്യൂറയും അബീനെയൊക്കെ വിളിച്ച് തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നു, നെവിൻ പൊക്കിയെടുത്ത് നടക്കുന്നു. ഭയങ്കര ബോറിംഗ് ആണ് ആക്ച്വലി. ഏതായാലും നമുക്ക് കണ്ടു നോക്കാം. അപ്പം അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഉടനെ തന്നെ വരാം, കാത്തിരിക്കുക. അതുപോലെ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്, ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.